ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സന്തോഷ സദ്വാർത്ത പരമ്പരയുടെ 100-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് സ്ലീവ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച. ഇന്നത്തെ വേദഭാഗമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള വചനഭാഗമാണ്. അതിൻ്റെ സമാന്തര ഭാഗങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 44 വരെയുള്ള വചനഭാഗത്തും, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വചനഭാഗത്തും നാം കാണുന്നു. യുഗാന്ത്യ ചിന്ത സമാന്തര സുവിശേഷകന്മാരുടെ പ്രത്യേകമായ ഒരു സംഭാവനയാണ്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള സമാന്തര സുവിശേഷകന്മാരുടെ കാഴ്ചപ്പാടും 4-ാം സുവിശേഷകന്റെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. യുഗാന്ത്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ ആ ഒരു പ്രത്യേകമായ ചിന്ത 3 സുവിശേഷകന്മാരും സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും തങ്ങളുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ഉം 25-ഉം അധ്യായങ്ങളും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായവുമാണ് ഈ യുഗാന്ത്യ ചിന്തകൾ കൈമാറുന്ന അധ്യായങ്ങൾ. അവിടെ ദൈവശാസ്ത്രപരമായി കർത്താവിൻ്റെ 2ാമത്തെ വരവ്, വിധിയാളനായിട്ടുള്ള വരവ് ഏറ്റവും അടുത്ത് സംഭവിക്കുമെന്നും അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവാനും ഒരുങ്ങിയിരിക്കുവാനും ആദിമ ക്രിസ്തീയ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന വേദഭാഗങ്ങളാണിവ. ഇന്നത്തെ സുവിശേഷം നാം എടുത്ത് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ഈ യുഗാന്ത്യ ചിന്ത കൈമാറുന്ന ഒന്നാണ്. ജെറുസലേം ദേവാലയത്തിന്റെ പതനത്തെക്കുറിച്ച്, നാശത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ അധ്യായം ആരംഭിക്കുന്നത്. അതേ തുടർന്ന് വേദനകളുടെ ആരംഭം എന്ന തലക്കെട്ടിൽ ഈ അന്ത്യ നാളുകളെക്കുറിച്ച് ഉള്ള പരാമർശം യേശു നടത്തുന്നു. ഭീകര ദുരന്തങ്ങളുടെ കാലഘട്ടം എന്ന പേരിൽ അതിനെ കൂടുതലായി വിശദീകരിക്കുന്നു. അതേ തുടർന്ന് വരുന്ന ഭാഗത്താണ് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ പ്രത്യേകമായ അടയാളങ്ങളെക്കുറിച്ച് പറയുക. അങ്ങനെ ഇപ്രകാരം ഏറ്റവും വേഗം സാധ്യതമാകാൻ പോകുന്ന വിധിയാളനായ യേശുവിൻ്റെ ഈ കടന്നുവരവിൽ മുഖപ്രസന്നതയോടെ നിൽക്കുന്നതിന്, അനുകൂലമായ വിധി നേടുന്നതിന് തങ്ങളെ തന്നെ ഒരുക്കണം എന്ന് സുവിശേഷകനിലൂടെ യേശു നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും നാം കാണുക. ഒന്ന്, യുഗാന്ത്യം എപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും 5-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ അതാണ് അവതരിപ്പിക്കുക. 2ാമത്തെ ചിന്ത മനുഷ്യപുത്രന്റെ ആഗമനത്തിന്റെ അടയാളങ്ങൾ 24 മുതൽ 27 വരെയുള്ള വചനഭാഗത്തുണ്ട്. ഇന്ന് നാം പരാമർശിക്കുന്ന, ചിന്തിക്കുന്ന വേദഭാഗം 28 മുതൽ മർക്കോസ് 13:28 മുതൽ 37 വരെയുള്ള വചനഭാഗത്ത് കൃത്യമായ അടയാളങ്ങളും ഈ യുഗാന്ത്യ സമാഗമത്തിന് ഉള്ള ഒരുക്കവും പരാമർശിക്കപ്പെടുന്നു. യുഗാന്ത്യ പ്രവചനങ്ങളുള്ള പഴയ ഉടമ്പടി പുസ്തകങ്ങളുടെ പിൻബലത്തോടെയാണ് മർക്കോസ് ഈ വേദഭാഗം അവതരിപ്പിക്കുന്നത്. പഴയ ഉടമ്പടിയിലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ജോയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലും 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിലും
യേശയ്യാ പ്രവചനം 13-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 32-ാം അധ്യായം 7-ാം തിരുവചനത്തിലും യുഗാന്ത്യ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഭാഗങ്ങളുണ്ട്. മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതലുള്ള തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ മനുഷ്യപുത്രന്റെ ആഗമനം ദർശിക്കുന്ന ദാനിയേൽ പ്രവാചകൻ സർവശക്തിയോടും പ്രതാപത്തോടും കൂടി ആണ് മനുഷ്യപുത്രൻ ആഗതനാകുന്നത്. വിധിയാളനായി വരുന്ന മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ആരൂഢനായി, അഗ്നിയുടെ പ്രതീകമെല്ലാം അവിടെ ഉണ്ട്. മേഘത്തിന്റെ പ്രത്യേകമായ മേഘം കെട്ടിലാണ് ഈ മനുഷ്യപുത്രൻ എഴുന്നള്ളി വരുന്നത്. മേഘം ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഈ മേഘത്തിൽ വരുന്ന മനുഷ്യപുത്രന്റെ ദർശനം വിധിയാളനായി വരുന്ന മിശിഹായുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സിംഹാസനവും അഗ്നിയുമൊക്കെ ദൈവത്തിന്റെ ശക്തിയെ പരാമർശിക്കുന്നു. അതേസമയം മേഘം ദൈവത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നു. അന്ത്യവിധിക്കായി സകലരെയും ഒരുമിച്ച് ചേർക്കും എന്ന് സുവിശേഷകൻ പറയുകയാണ്. 4 ദിക്കിൽ നിന്നുള്ളവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സാർവത്രികമായ ഒരു വിധിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഇതിന്റെ അടയാളം ഒരു ഉപമയിലൂടെ അവതരിപ്പിക്കുന്നു. അതാകട്ടെ അത്തിമരത്തിന്റെ ഉപമയാണ്. അത്തിമരത്തിന്റെ ഉപമ യേശു പ്രകാരം പറയുകയാണ്: അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. പ്രകൃതിയിലുള്ള ഒരു അടയാളം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത കടന്നുവരവിനെ കുറിച്ച് പരാമർശിക്കുന്ന സുവിശേഷം. അത്തിവൃക്ഷം എന്നുള്ളത് സുവിശേഷങ്ങളിൽ പേര് പറയപ്പെടുന്ന ഏകവൃക്ഷമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നഥാനിയേലിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഫിലിപ്പോസ്, നഥാനിയേല് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം യേശുവിന് ലഭിക്കുന്നു. അതുകൊണ്ട് യേശു അവനെ കണ്ടിട്ട് നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയുമ്പോൾ, നീ എങ്ങനെ എന്നെ അറിഞ്ഞു എന്നവൻ ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ ആ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. അത്തിമരം ധാരാളം ഇലകളുള്ള ഒരു മരമാണ്. അതിൻ്റെ തണലിൽ ശാന്തതയുടെ പ്രതീകമാണത്. ശാന്തനായ ഒരു മനുഷ്യൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ശാന്തതയുടെ അടയാളമാണ്. പഴയ പ്രവാചകന്മാര് ഈ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതിനെ കുറിച്ച് ഉള്ള പരാമർശങ്ങളുണ്ട്. ഇപ്രകാരം ഈ അത്തിമരത്തിന്റെ പ്രത്യേകതകൾ എടുത്തുകൊണ്ട് യേശു ഒരു ഉപമ പറയുകയാണ്. അതിൻ്റെ ഇലകൾ തളുക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ അറിയും. അന്ത്യവിധിയുടെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ അന്ത്യസമയത്തിന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു. ഇതിനു മുമ്പുള്ള ഭാഗത്ത് ആകാശഗോളങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കർത്താവിന്റെ 2ാമത്തെ വരവിനെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈ അടയാളങ്ങളെ ദൈവപുത്രന്റെ ആഗമനവും വിധിയും ഒരു വർത്തമാനകാല അനുഭവമാക്കി മാറ്റുകയാണ്. യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ അതിന് 2 മാനങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു വർത്തമാന മാനം, ഒരു ഭാവി മാനം. അതായത് പ്രസന്റ് എസ്കറ്റോളജി, അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് എസ്കറ്റോളജി എന്നാണ് ഇതിനെ പറയുക. ഈ 2 ആശയങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ തന്റെ സുവിശേഷം എഴുതുക. അവിടെ റിയലൈസ്ഡ് എസ്കറ്റോളജി, സമയം സമാഗതമായിരിക്കുന്നു
എന്നുള്ള പരാമർശം പല പ്രാവശ്യം കാണാം. ആ മണിക്കൂർ കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്ന പരാമർശം. അതേസമയം തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്ത വിട്ടുകളയുന്നില്ല നാലാം സുവിശേഷകൻ. സമാന്തര സുവിശേഷകന്മാര് ഇതിനെ ഒരു വർത്തമാനകാല അനുഭവം എന്നതിനേക്കാൾ വരാൻ പോകുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിക്കുക. അവിടെ നാം ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് യേശു തരുന്നു. അതുകൊണ്ട് യഹൂദ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന യുഗാന്ത്യം യേശുവിൽ സംഭവ്യമാവുന്നു എന്ന് പറയുകയാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ള ചിന്ത ഇവിടെയുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇന്നത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്ന ഭാഗമാണിത്. പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ള ചിന്ത വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. അത് ഈ ലോകത്തിന്റെ അപ്പുറമുള്ള വരാനിരിക്കുന്ന സ്വർഗഭാഗ്യത്തെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം ഈ ലോകത്തിന്റെ അവസാനം സംഭവിച്ചു കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും അനുഭവേദ്യമാകും. മനുഷ്യപുത്രന്റെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22-ാം അധ്യായത്തിൽ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ പറയുക. ഈ പുതിയ ആകാശം, ഈ ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും ഒക്കെ മാറ്റപ്പെടും എന്നുള്ള ആ ചിന്ത തന്നുകൊണ്ട് നാം ഒരു സ്വർഗരാജ്യോന്മുഖമായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അവിടെ മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ വചനത്തിനാണ്. ദൈവവചനം ഒരിക്കലും മാറുകയില്ല. ദൈവവചനത്തിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നുള്ള ഭാഗം നാം കാണുന്നുണ്ട്. ഇപ്രകാരം ദൈവം അചഞ്ചലനാണ്. പക്ഷെ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമുക്ക് അടയാളങ്ങളായിരിക്കണം എന്ന് യേശു പറയുകയാണ്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും കടന്നു പോവുകയില്ല. ലോകത്തിന്റെ നാശത്തെക്കുറിച്ചും വചനത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ഇവിടെ സുവിശേഷകൻ വഴി യേശു പ്രത്യേകമായിട്ട് പരാമർശിക്കുകയാണ്. ദൈവവചനം വള്ളിപുള്ളി മാറാത്ത ഒരു ഒന്നാണ്. യുഗാന്ത്യ സമയം പിതാവിന് മാത്രമേ അറിയാവൂ എന്ന് പറയുക. ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയാൻ പറ്റുകയില്ല. സ്വർഗത്തിലുള്ള ദൂതന്മാർക്കും പുത്രനായ മിശിഹായ്ക്ക് പോലും ഈ യുഗാന്ത്യത്തിന്റെ സമയം നിശ്ചയമില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു. അന്ത്യവിധി അപ്പോൾ യുഗാന്ത്യ സമയം പിതാവിന്റെ അറിവിന്റെ പരിമിതിക്കുള്ളിലാണ്. അന്ത്യവിധി സമയം ദൂതന്മാർക്കോ പുത്രനോ പോലുമോ അറിയാൻ പറ്റുകയില്ല. അത് പിതാവിന്റെ അറിവിന്റെ പരിമിതിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. ഉണർന്നിരിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും ജാഗ്രതയുണ്ട്. കർത്താവ് പല സ്ഥലങ്ങളിലായി ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഒരു കള്ളൻ കടന്നു വരുന്നത് ആ ഒരു വീടിന്റെ ഉടമസ്ഥൻ ഉറങ്ങുന്ന സമയത്താണ് ആ വീട് കുത്തി തുറക്കുവാനായിട്ട്. ജാഗ്രതയോടെ ഉണർവോടെ ഇരിക്കുന്ന ഒരു ഭവനത്തിൽ കള്ളന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെ തന്നെ ഉണർവോടെ ഇരിക്കുന്നവർ ജാഗ്രതയിൽ ഇരിക്കുന്നവരാണ്. യേശു നമ്മോട് ഉണർന്നിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വീട് വിട്ടുപോകുന്ന യജമാനൻ തന്റെ കാവൽക്കാരെ ആ ഭവനം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ജാഗ്രതയും ഒരുക്കവും നമുക്ക് ആവശ്യമാണ് എന്ന് യേശു പറയുകയാണ്. യജമാനൻ എപ്പോൾ വന്നാലും നാം ഉണർവോടെ ഇരുന്നാൽ ആ യജമാനൻ നമ്മെ വിശ്വസ്തരായിട്ട് കാണും. അങ്ങനെ ഒരുക്കമുള്ളവരായിട്ട് നാം യജമാന്റെ മുമ്പിൽ എപ്പോഴും ആയിരിക്കണം. നിദ്ര എന്നുള്ളത് അലസതയുടെ ഒരു പര്യായമാണ്. അവിടെ ജാഗരൂകരായിരിക്കുക എന്ന ആഹ്വാനം യേശു ആവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വേദഭാഗത്ത് നാം കാണുന്നു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ. വീട് വിട്ട് ദൂരത്തേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് തൻ്റെ ഈ തിരുവചനം.
ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ രാവിലെയോ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏത് സമയം യജമാൻ കടന്നു വന്നാലും അവനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വിവേകവതികളായ 5 കന്യകമാരുടെയും വിവേകശൂന്യരായ 5 കന്യകമാരുടെയും ഉപമ പറയുന്നുണ്ടല്ലോ. വിവേകവതികൾ ഒരുക്കമുള്ളവരായിട്ട് എണ്ണ കരുതി മണവാളൻ എപ്പോൾ വന്നാലും സ്വീകരിക്കുവാൻ തക്കവണ്ണം ആയിരിക്കുമ്പോൾ, വിവേകരഹിതര് വിളക്കിനകത്ത് എണ്ണ സൂക്ഷിക്കാതെ എണ്ണ കരുതാതെ വന്നു വരികയും മണവാളൻ വന്ന സമയത്ത് അവനെ സ്വീകരിക്കുവാനായിട്ട് തത്രപ്പെടുമ്പോൾ അത് സാധിക്കാതെ അവർ എണ്ണ വാങ്ങുവാൻ പോകുമ്പോൾ മണവാളൻ അകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്ന അനുഭവം മത്തായി ശ്ലീഹ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതേ ഒരു ആശയം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ മർക്കോസ് സുവിശേഷകൻ നമ്മോട് പറയുന്നത്. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതം എപ്പോഴും ഒരുക്കത്തിൻ്റെ ഒരു ജീവിതമാണ്. കർത്താവിൻ്റെ വിധി ഏത് സമയത്തും ഉണ്ടാകാം. ഈ ലോകത്തിൽ നിന്ന് നാം വിട്ടുമാറേണ്ടത് ഏത് സമയത്തും നമുക്ക് സംഭവിക്കാം. മരണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്നത് അതിൻ്റെ സമയം ഇന്ന് വരെ ആർക്കും തിട്ടപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വരവും നാം ഈ ലോകം വിട്ടുപോകേണ്ട വിധിയും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഏത് സമയത്തും കർത്താവിൻ്റെ വിധിക്ക് മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുവാൻ, ലൂക്ക പറയുന്നത് പോലെ ശിരസ്സുയർത്തി നിൽക്കുവാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ള ലൂക്കായുടെ വചനഭാഗം, സുവിശേഷ ഭാഗം നാം കഴിഞ്ഞ ഞായറാഴ്ച കേൾക്കുകയുണ്ടായി. അവിടെ ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ട്, ആത്മീയ ഒരുക്കമുള്ളവരായിട്ട് നാം ഇരിക്കണമെന്നും അതിനുവേണ്ടി നിരന്തരം നാം പ്രാർത്ഥിക്കണമെന്നുമാണ് ലൂക്കാ സുവിശേഷകൻ നമ്മോട് പറയുന്നത്. ഇവിടെ മർക്കോസ് സുവിശേഷകൻ നമ്മോട് പറയുന്നത് നാം ഉണർന്നിരുന്നുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ്. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതം ഒരു ഉണർവിൻ്റെ ജീവിതമാണ്. കർത്താവിൻ്റെ തിരുവചനത്താൽ പ്രത്യേകമായിട്ട് പരിപോഷിക്കപ്പെട്ട, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നാം മാറണം. ഇപ്രകാരം കർത്താവിൻ്റെ 2ാമത്തെ വരവില് അവിടുത്തെ വിധിക്ക് മുമ്പിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നവരും നീതീകരിക്കപ്പെടുന്നവരുമായി മാറുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഏത് സമയത്ത് സംഭവിച്ചാലും പിതാവിന് മാത്രം അറിയാവുന്ന ആ നിമിഷം എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെ കർത്താവിൻ്റെ ആ വലിയ വിധി നമുക്ക് അനുകൂലമായി സംഭവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ആഹ്വാനം ഈ ശ്രീബാകാലത്ത് 1-ാം ഞായറാഴ്ച ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നു. നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമുക്ക് ജാഗരൂകരായിരിക്കാം, പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കാം, ഉണർന്നിരിക്കുന്നവരാകാം. അപ്പോൾ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ കടന്നു പോകുന്നതിന്, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള സ്വർഗീയ ജെറുസലേമിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് ചേർക്കപ്പെടുന്നതിന്, കടന്നു ചെല്ലുന്നതിന് നമുക്ക് അനുഗ്രഹമുണ്ടാകും. അതിന് നമുക്ക് പാത്രീഭൂതരാകാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.